ഗ്യാസല്ലേ ഇപ്പം. അപ്പം പുക വരേണ്ട കാര്യങ്ങളൊന്നും ഇല്ലോണ്ടോ. അതുപോലെ ഇപ്പം ഗവൺമെൻറ് എല്ലാം ഇലക്ട്രിക് ആക്കുമല്ലയോ, ഇലക്ട്രിക് വെഹിക്കിൾസൊക്കെ ഇലക്ട്രിക് ആക്കുമല്ലയോ, ഇലക്ട്രിക് ഓട്ടോ. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊന്നും കാണത്തില്ലല്ലോ, ഡീസലും ഒക്കെ. ഇപ്പം കുറേ ആൾക്കാർ AQI എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പുകയെല്ലാം ഇങ്ങനെ അടിക്കുക. എന്താ നിങ്ങൾ എല്ലായിടവും പോകുന്നതല്ലേ, പോകുന്ന വഴിക്കൊക്കെ അങ്ങ് പുകയാണോ? നിങ്ങൾ പോകുന്ന വഴിക്കൊക്കെ അങ്ങ് പുകയാണോന്ന്? അതെവിടുന്ന് ഈ പുക വരുന്നത്? ഇത്രയും എന്തോ വീടുകളിലൊക്കെ എല്ലാം റോഡ് സൈഡിലെ വീടുകളൊക്കെ വലിയ വലിയ വീടുകളാണ്. എല്ലായിടവും ഇത്ര പുകയ്ക്കാൻ നമ്മളൊന്നിൽ എന്തോ കുക്ക് ചെയ്യുന്നത് പുക അങ്ങനെ എന്നാൽ പോലും അത് മേളിലോട്ടേ പോകത്തുള്ളൂ. നമ്മുടെ വീട്ടിനകത്തോട്ടങ്ങും വരത്തൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ കുക്ക് ചെയ്യുമ്പം വീട്ടിനകത്ത് ഇരിക്കാൻ വയ്യാത്ത പോലെ പുകയാണോ? വീട്ടിനകത്ത് ഇരിക്കാൻ വയ്യാത്ത പോലെ പുക വരുമോ? ഇല്ല. മണക്കുകയും ഭയങ്കര പുക മണമൊക്കെയാണോ എപ്പോഴും അങ്ങ്? അല്ലാതൊന്നും ഇല്ലല്ലോ. ഇത് ഇങ്ങനെ നമ്മുടെ വീട്ടിലിരുന്നാൽ ഫുൾ ടൈം അങ്ങ് പുക. നമ്മളെവിടെയെങ്കിലും മാവേലിക്കര പോകുന്ന വഴിക്കൊക്കെ അങ്ങ് പുകയാണോ? ഇല്ലില്ല, വണ്ടിയുടെ ഒന്നും പുകയൊന്നും ഇല്ല. വണ്ടിയുടെ എന്താ പുക? ഇപ്പം പൊല്യൂഷൻ ടെസ്റ്റ് ഒക്കെ നടത്താത്ത വണ്ടി റോഡിൽ ഇറക്കാൻ പറ്റുമോ? പിന്നെ ഇവിടുന്ന് ഈ പുക, അപ്പം പുക വരുന്ന വണ്ടികളൊന്നും നിരത്തിൽ ഇറക്കാൻ സമ്മതിക്കത്തില്ല. അത് തന്നെയല്ല, ഇപ്പം അപ്ഗ്രേഡ് ചെയ്ത് യൂറോ 1, 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഇതെല്ലാം വന്നില്ലേ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ പുക വരുന്നത്? അപ്പോൾ ഇതൊക്കെ കുറച്ച് ആൾക്കാർ എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുക, ലേസർ അടിക്കുക. എന്ത് രോഗം എന്തോന്ന് മനസ്സിലാവുന്നില്ല ഇവർക്ക്. ഭയങ്കര രോഗമാണ്. എന്തോ AQIയെ കുറിച്ച് പറയാം, എയർ ക്വാളിറ്റി ഇൻഡെക്സ്. എന്തോ കേരളത്തിൽ ഇത്രയും വിശാലമായിട്ട് കിടക്കുന്ന കേരളത്തിൽ ഇത്ര പുക വരാൻ എന്തോ? നിങ്ങൾ നോക്കിക്കേ. അവര് പോയില്ല, രാവിലെ മഴക്കോളാകുന്നോണ്ട് പോയില്ല.